Hi dear students, welcome to Easy Study. നമ്മൾ ഇന്ന് ഈ വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാങ്ക ചാപ്റ്ററിൽ നിന്നും വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നാണ്. ആ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും നിങ്ങളുടെ SSLC എക്സാമിന് പഠിച്ചു പോകേണ്ടതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നരേറ്റീവ് ഓഫ് ദി സ്റ്റോറി വാങ്ക. 7 മാർക്കിന്റെ essay ക്വസ്റ്റ്യൻ ആയിട്ട് 2020 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ അതിന്റെ സമ്മറി, വാങ്ക സ്റ്റോറിയുടെ സമ്മറി നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൽ നിന്നും ഡയറി ചോദിച്ചാലും ലെറ്റർ ചോദിച്ചാലും നമുക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കും. ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ മിസറീസ് ഫേസ്ഡ് ബൈ വാങ്ക അറ്റ് അലിയാക്കിൻ ഹൗസ്. അലിയാക്കിന്റെ വീട്ടിൽ വാങ്ക നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ എന്താണെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കിയ 2017, 2018, 2021, 2024 ലെറ്റർ ആയിട്ടും കോൺവെർസേഷൻ ആയിട്ടും ഷോർട്ട് എസ്സേ ആയിട്ടും ഈ ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് ആയിട്ട് 5 മാർക്കിന്റെ ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാറുള്ളതാണ്. സോ വാങ്ക ചാപ്റ്ററിന്റെ പാരഗ്രാഫ് 6 നന്നായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഷോർട്ട് എസ്സേ നന്നായിട്ട് എഴുതാൻ സാധിക്കും. സോ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ സ്കെച്ചാണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് വാങ്ക ആൻഡ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാൻഡ് ഫാദർ. രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ സ്കെച്ചാണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വരാറുള്ളതാണ്. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ഒരു ലെറ്റർ ആണ്, വാങ്ക തന്റെ മുത്തശ്ശനെ അയക്കുന്ന ലെറ്റർ. അപ്പോൾ നമ്മളെ സമ്മറിയും അല്ലെങ്കിൽ മിസറീസും പഠിച്ചൊരു കുട്ടിക്ക് ലെറ്ററിന്റെ ഫോർമാറ്റ് അറിയാമെങ്കിൽ വാങ്കാസ് ലെറ്റർ ടു ഗ്രാൻഡ് ഫാദർ നന്നായിട്ട് എഴുതാൻ സാധിക്കും. സോ വാങ്ക ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 5 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കും. സോ സ്റ്റുഡൻസ്, ഓൾ ദി ബെസ്റ്റ്.